പറയുന്നു പറഞ്ഞാലേ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഹലോ മൈ യൂട്യൂബ് ഫാമിലി, വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ നല്ല അടിപൊളി ബീഫും കപ്പയും കഴിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം ടോക്കിംഗ് അബൌട്ട് ബീഫ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി നാടൻ സ്റ്റൈലിൽ നമുക്കൊരു ബീഫ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈസ് വെയിറ്റിംഗ് വെച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആ ബീഫ് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കാണാം. ഓക്കെ, സോ വെരി വെയിറ്റിംഗ്, ലെറ്റ്സ് ഗോ ടു ദി കിച്ചൺ. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് എന്തുണ്ടാക്കാൻ പോകുന്നത്? ബീഫ് റോസ്റ്റ് ഉരുളക്കിഴങ്ങ് ഇട്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി വേണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പെരിഞ്ജീരകം, നമ്മുടെ കറുകപ്പട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റം, മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, തേങ്ങാക്കൊത്ത്, ഉരുളക്കിഴങ്ങ്, സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചത്, പിന്നെ നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്, വേവിച്ച് വെച്ച വെള്ളം, വറ്റൽമുളക്, പച്ചമുളക്, കുരുമുളകും കടുകും. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് വറുക്കാനിടാം. അപ്പം നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടിട്ട് എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇടണം. നമുക്കിതിലേക്ക് കടുക് പൊട്ടി തുടങ്ങിയപ്പോഴേക്കും ഞാനിതിൽ മുളക് ഇടാം, ഉണക്കമുളക്. അപ്പോൾ ഉണക്കമുളക് ഒന്ന് ഉപയോഗിക്കുന്നു. ഇനി ഇതിലേക്ക് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന ഫെനൽ സ്വീറ്റും പിന്നെ ചിന്നമണം, ഇത് രണ്ടും. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് വരണ്ട് വരണം അല്ലേ? നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടാം. അത് കിടന്ന് വയ്ക്കും. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെയും പിന്നെ തേങ്ങ വെളിച്ചെണ്ണയിൽ കിടന്ന മൂക്കുന്നതിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നില്ലേ? ഇഷ്ടം പറയുന്നു പറഞ്ഞാലേ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പറയുന്നത് നിങ്ങളിത് പറയാൻ വേണ്ടിയിട്ട് നല്ല മണം വരുന്നുണ്ട്. തേങ്ങ എണ്ണയിനകത്ത് കിടന്ന് മൂക്കുന്നതിൻ്റെ നല്ല സ്മെല്ല്, പിന്നെ നമ്മുടെ പൊട്ടി തെറിക്കുന്നുണ്ട്, കീർത്തി ഓടുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട് ഇതിൻ്റെ പുറകെ അല്ലേ? ക്യാമറമാൻ ആണെങ്കിലും കുറച്ച് ബിസിനസ്സും കൂടെ ഒന്ന് എന്താ പറയുക ഒലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉമേഷിട്ടൻ കൂടെ നിൽക്കുന്നത്. ചാനലിനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മറ്റേ ടേസ്റ്റ് ഫിനിഷിൻ്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ലൈറ്റ് ഒന്ന് ഗോൾഡൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ബ്രൗൺ കളർ ആയോ? ലൈറ്റ് ഗോൾഡൻ മതി. ഇനി നമുക്ക് അതിനകത്ത് കിടന്നതിന് വേണ്ടിയുള്ളതുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വീണ്ടും വഴറ്റണം. അന്നേരം നമ്മുടെ ആ തേങ്ങ വീണ്ടും കിടന്ന് വരലുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ പച്ചമണം മാറി, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ടു. കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 5-6 കുഞ്ഞുള്ളിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക.
ഇനി ഞങ്ങൾ ലാവിഷായിട്ട് ഉരുളിനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതെ, ഉരുളിയിലാകുമ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാനൊക്കെ നല്ലൊരു. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. അതെ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാലോ ചെറിയ പാത്രങ്ങൾ. കീർത്തി പാത്രം കഴുകാനുള്ള ബുദ്ധിമുട്ട് കാരണം, മടി കാരണം ചെറിയ പാത്രം എടുക്കും. എന്നിട്ട് അവൾക്ക് തന്നെ അത് വിനയായി മാറും. എന്നിട്ട് രണ്ടാമത് വലിയ പാത്രം എടുക്കും അല്ലേ? അതെ, ഞാൻ ഇന്നിപ്പം വലിയ പാത്രമാണ് എടുത്ത് വെച്ചിരുന്നത്. ഓക്കെ, ഇതൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടാറ്റോ ഇതും കൂടെ ഇതിലേക്ക് ഇട്ടു. പൊട്ടാറ്റോ നല്ല വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉടങ്ങും. അപ്പോൾ അങ്ങനെ വലുതായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലേശം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ്, പെട്ടെന്നൊന്ന് വഴണ്ട് വരാം. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് വഴണ്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ടു. ഒരു കാര്യം മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക, അപ്പോൾ പെട്ടെന്നാവും അല്ലേ? അതെ, മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും പെട്ടെന്നാവും. ഉപ്പിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയിക്കോളും. നമുക്കൊന്ന് മൂടി വെച്ചാൽ ഉരുളൻകിഴങ്ങൊക്കെ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടും. എന്നാൽ പിന്നെ മൂടി വെക്കും. വലിയൊരു മൂടി എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ മൂടി തുറന്നു. ഉരുളക്കിഴങ്ങ് എന്തോന്ന് നോക്കട്ടെ. ഉരുളക്കിഴങ്ങ് ഒരു കുക്കായിട്ടുണ്ട്. അത്ര നന്നായിട്ടായിട്ടില്ലെങ്കിലും കുക്കായിട്ടുണ്ട് ആവശ്യത്തിന്. കാരണം ഒരുപാട് കുക്കായി കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മീറ്റ് മസാല. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പച്ചമണം മാറ്റുന്നതൊന്ന് വഴറ്റിയിട്ട് ബാക്കി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മല്ലിയില എടുത്തിട്ടില്ല കേട്ടോ. മല്ലിയില കാണിച്ചു തരാം. മല്ലിയില കാണിക്കാനൊന്നുമില്ല. മല്ലിയില നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞപ്പം മല്ലിയില പറഞ്ഞില്ല. ഉപ്പ്, വെളിച്ചെണ്ണ, മല്ലിയില, ഈ 3 ഐറ്റം നമ്മൾ പറഞ്ഞില്ല. അത് അവസാനമായിട്ടുള്ള സാധനമല്ലേ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ മല്ലിയില ഇടണത് അതാണ് അതിൻ്റെ ഒരു മോണോപോളി അല്ലേ? അതെ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ബീഫ് സ്റ്റോക്കില്ലേ, ബീഫ് കുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മതി. ഇനി നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വരട്ടി എടുക്കാം. ഇത് നന്നായിട്ട് ബീഫ് കുക്കായിട്ടുണ്ട്. ഒപ്പം തന്നെ പൊട്ടാറ്റോസും കുക്കായതാണ്. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ച് തന്നെ വരട്ടി എടുക്കാം. ഈ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കാണാൻ നല്ല രസമുണ്ട് അല്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് ബീഫിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയത്. കപ്പ വേവിച്ചത്. കപ്പ വേവിച്ചത്. ഇത് വരട്ടി ഒന്ന് വീണ്ടും ഒന്ന് ഡ്രൈ ആയപ്പോൾ അതിലേക്ക് ഞാൻ ബാക്കിയിരിക്കുന്നതും കൂടെ ആഡ് ചെയ്യണം. മൊത്തം ഒഴിച്ചേക്ക്. ഇനി വീണ്ടും നമ്മൾ വരട്ടി എടുക്കണം. ഫ്ലെയിം ഹൈ ആയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ബീഫ് സ്റ്റോക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിലേക്കെല്ലാം നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കപ്പയുടെ കൂടെ കഴിക്കണം എന്നുള്ളവർക്ക്, ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഗ്രേവി വേണം, ലേശം ഗ്രേവി വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ വരട്ടി എടുക്കാം.
ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ലേശം പെപ്പർ മതി. ടേസ്റ്റിനായിട്ട് നമ്മൾ കുറച്ച് കൊറിയാണ്ടർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് വൈകിട്ട് നമ്മളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിനകത്ത് മല്ലിയില ഇടാം. ആ മല്ലിയിലയുടെ ഇങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഇട്, നന്നായിട്ടിട്. ഓക്കെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സൂപ്പർ. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതും പൊട്ടാറ്റോ ഇട്ട ബീഫ് റോസ്റ്റ്. ഇതേ നമ്മുടെ പൊട്ടാറ്റോസൊക്കെ കണ്ടോ, വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കണ്ടേ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യുന്ന കാണിച്ചാലോ? ഓക്കെ. ഇപ്പോൾ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് അല്ല, നല്ല വെള്ളം നാവിൽ വെള്ളം ഓടുന്ന ബീഫ് റോസ്റ്റ് അല്ലേ? അതാണ്. അപ്പം ഇനി ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പം ഈ റെസിപ്പി നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് സെയിം കമൻറ്റ് ബോക്സിനകത്തൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്താലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് വർത്താണോ അല്ലയോ. ഓക്കെ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. എന്നാലേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തുള്ളൂ. ഓക്കെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തോട്ടം കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.